എനിക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ എടുക്കാൻ സാധിക്കുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. അതായത് എല്ലാവരും ഹാപ്പിയായി എന്ന് പറയുന്നൊരു സിനിമ എടുക്കാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. എനിക്ക് എമ്പുരാനൊരു തുടക്കം മുതൽ അവസാനം വരെ ഒരു പരിപാടി എന്താണെന്നുള്ളത് മുരളിക്കും എനിക്കും അറിയാം. പക്ഷെ അത് മുരളിയുടെ എനിക്ക് ആ സ്ക്രിപ്റ്റ് എഴുതി കിട്ടണം. അപ്പോൾ മുരളി ആ സ്ക്രിപ്റ്റ് എനിക്ക് എന്ന് തരുന്നു അന്ന് മുതൽ 6-ാം മാസം ഞാൻ ഷൂട്ട് തുടങ്ങാൻ നേരിട്ടുണ്ട്. ആക്സൽ മീഡിയയിലാണ് ഡിജിറ്റൽ ഇന്റർമീഡിയറ്റും VFX ഒക്കെ ചെയ്തത്. ഞാൻ അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ പേടി സ്വപ്നമാണ്. കാരണം ഞാൻ ഈ വെളുപ്പിനെ 3 മണിക്ക് വിളിച്ചിട്ട് ഞാനിപ്പോൾ വരികയാണ് എന്നൊക്കെ പറയാം. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് അവിടെ ആൾക്ക് പ്രോഗ്രാമേഴ്സൊക്കെ എണീറ്റ് വരിക. ഞാൻ ഇലുമിനാറ്റി ആണോ സൈറ്റൻ വർഷിപ്പനാണോ എന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ ഇലുമിനാറ്റിക്കാരത് പുറത്ത് പറയാറില്ല. അയ്യപ്പനും കോശിയും ആ അയ്യപ്പൻ കോശിയുടെ ഒരു തുടർച്ചയുള്ള ലുക്കിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു 3 മാസത്തെ ബ്രേക്ക് എടുക്കുകയാണ്. ആടുജീവിതം വരികയാണ്. ആടുജീവിതം അറിയാം, മലയാളി സാഹിത്യരചന വായിച്ചവർക്കും വലിയ തോതിൽ പ്രതീക്ഷയുള്ളൊരു, അതിനുവേണ്ടി പുറത്തേക്ക് വന്നത് അതൊരു ഫസ്റ്റ് ലുക്ക് ആവില്ല, ഫാൻസിന്റെ പോസ്റ്ററൊക്കെ ആയിരിക്കാം. അതിനാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര മെലിഞ്ഞൊരു പൃഥ്വിരാജിനെയാണ് ആ ഫോട്ടോയിൽ കണ്ടിട്ടുള്ളത്. എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള ഈ തയ്യാറെടുപ്പ്? അല്ല, എനിക്കിപ്പോൾ ഓരോരുത്തർ വരച്ച് കാണിക്കുന്ന അത്രയും അങ്ങനത്തെ ഒരു രൂപത്തിലേക്ക് എത്താൻ പറ്റുമോ? ഞാൻ ആദ്യം കേൾക്കേണ്ടത് ബ്ലസ്സി എന്ന സംവിധായകന്റെ മനസ്സിൽ. അപ്പോൾ അദ്ദേഹം എനിക്കൊരു കൃത്യമായൊരു ബ്രീഫ് വന്നിട്ടുണ്ട്, ഇങ്ങനെ വേണം എന്നുള്ളത്. അപ്പോൾ അതിലേക്ക് എത്താനാണ് എൻ്റെ ശ്രമം. എനിക്കറിയില്ല അതിലേക്ക് എത്തും. ഞാൻ ഇതിനു മുമ്പ് അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ എന്നോടിപ്പോൾ ഒരു 2 മാസം സമയമുണ്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി 6 പാക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഓ ശരി, ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഡയറ്റ്, ഇങ്ങനത്തെ വർക്കൗട്ട് സ്കെഡ്യൂൾ എനിക്കറിയാം. ഇത് ഞാൻ ഇതിനു മുമ്പ് അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് അറ്റംപ്റ്റ് ചെയ്യാൻ പോവാണ്. എത്രത്തോളം എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത്, പിന്നെ എൻ്റെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യാൻ പറ്റും അത് ഞാൻ 100% ഞാൻ ചെയ്യും. എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഗിവിങ് അപ്പോ ഒന്നും ഉണ്ടാകില്ല. പിന്നെ ഐഡിയലി ഇതിന് ഇത്ര സമയം പോരായിരുന്നു. കാരണം നമ്മുടെ ആടുജീവിതത്തിൻ്റെ ഷൂട്ടിംഗ് ഇടയിൽ കുറേ തടസ്സപ്പെടുകയും മറ്റു കുറേ ഒബ്സ്റ്റക്കിൾസ് കാരണം ഇപ്പോൾ ചില രാജ്യങ്ങളിൽ പെർമിഷൻ കിട്ടിയില്ല. ഞങ്ങൾ ജയ്സൽമീറിൽ സെറ്റ് ഇട്ടു. പിന്നീടാണ് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഈ ലൈഫ് സ്റ്റോക്കിനെ ഇമ്പോർട്ട് ചെയ്യാൻ ക്ലിയറൻസ് കിട്ടാതെ വരുന്നത്. അങ്ങനെ ഒരുപാട് പ്രാവശ്യം മാറി പോയപ്പോൾ ഇത് അപ്പോൾ ഒറിജിനലി നമ്മളെ തടി ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് ബ്ലസ്സി ആദ്യം പറഞ്ഞ കുറച്ച് കൊടകറൊക്കെ വന്നിട്ട് ഒരു പോർഷൻ ഷൂട്ട് ചെയ്യുക, എന്നിട്ട് 1 വർഷം നമുക്ക് ഗ്യാപ്പ് ഇടാം, എന്നിട്ട് നമുക്ക് അങ്ങനെയൊക്കെയായിരുന്നു ഒറിജിനൽ പ്ലാൻ. ഇപ്പം അതിൽ അങ്ങനെയൊന്നും നടക്കുന്നില്ല. പക്ഷേ എന്നാലും അതിനുള്ള സമയവും കാര്യങ്ങളും പറ്റുന്നത്ര എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം ഞാനും ആ സമയത്തിനുള്ളിൽ എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യും. മലയാളിയെ സംബന്ധിച്ചുള്ള മലയാളിയുടെ ഒരു വായനാനുഭവത്തിൽ നിന്ന് വരുന്ന വലിയൊരു അഡാപ്റ്റേഷനാണ്. അത്രയേറെ മലയാളികൾ വായിച്ച ഒരു അനുഭവം, ജീവിതവും ഉണ്ട് അതിനൊപ്പം. പിന്നെ അതിലൊരു ഇപ്പം നേരത്തെ മൊയ്തീൻ ചെയ്ത പോലെ തന്നെ ഒരു ജീവിച്ചിരിക്കുന്ന ഒരാളുണ്ട് ഒരു റെഫറൻസ് ആയിട്ട്. എന്താണ് ഈ ഘട്ടത്തിൽ ആടുജീവിതത്തെ കുറിച്ച് അതല്ലാതെ പറയാൻ പറ്റുന്നത്? എനിക്ക് ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ലിറ്റററി, എസ്പെഷ്യലി ഇത്രയും പോപ്പുലർ ആയ ഒരു ലിറ്റററി വർക്ക് നമ്മൾ സിനിമാറ്റിക്കലി അഡാപ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ വായനക്കാരെയും നമുക്ക് സംതൃപ്തരാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതുകൊണ്ടാണല്ലോ ഇപ്പോഴും റീഡിംഗ് എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് ഇത്രയും ആരാധകരുള്ളത്. കാരണം ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വിഷ്വലാണ് കാണുന്നത്. നജീബ് എങ്ങനെയാണെന്നോ, മസാറ എങ്ങനെയാണെന്നോ, നബീൽ എങ്ങനെയാണെന്നോ, സൈനു എങ്ങനെയാണെന്നോ ഒക്കെ ഓരോ വായനക്കാരുടെ മനസ്സിലും ഒരു പിക്ചർ ഉണ്ടാവും. ബ്ലസ്സി എന്ന വായനക്കാരൻ്റെ മനസ്സിലെ പിക്ചറാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ബ്ലസ്സി എന്ന വായനക്കാരൻ്റെ ഈ കൺസെപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതാണ് പ്രതീക്ഷ. പിന്നെ ആടുജീവിതം എന്ന് പറഞ്ഞ നോവലിൻ്റെ ഒരു സ്പാൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു ആക്ച്വൽ സിനിമാറ്റിക് നറേറ്റീവിനേക്കാൾ വളരെ ലെങ്തിയാണ്. അപ്പോൾ അതിൻ്റെ നറേഷൻ കുറച്ച് നോൺ ലീനിയർ ആക്കുക, ഇയാളുടെ ഈ ഒരു ജേണി മുഴുവനായിട്ട് എൻകാപ്സുലേറ്റ് ചെയ്യാൻ പറ്റുന്ന മൊമെൻറ്റ്സ് മാത്രം കൂട്ടിച്ചേർത്തിട്ട് ഒരു 2.5 മണിക്കൂർ സിനിമ ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളതാണ് അതിനകത്തെ ശരിക്കും ചലഞ്ചിങ് ആയിട്ടുള്ള എക്സസൈസസ്. അത് എനിക്ക് തോന്നുന്നത് വളരെ നല്ല രീതിയിൽ ബ്ലസ്സി ചേട്ടൻ അതിൻ്റെ ഒരു ഫോമാറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഭയങ്കര ചലഞ്ചിങ് ആണ് ഈ സിനിമ എടുക്കാൻ. അത് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും വാട്ട് വി ആർ ഹോപ്പിംഗ് വി വിൽ ബി ഏബിൾ ടു പുൾ ഓഫ് എന്നൊക്കെ പറയുന്നത് വളരെ ചാലഞ്ചിങ് ആണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ബഡ്ജറ്റും സമയവും ഒക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് നല്ല ടെക്നീഷ്യൻസ് ഇൻവോൾവ് ആണ്. AR റഹ്മാനാണ് മ്യൂസിക്. ഞങ്ങൾ 2 പാട്ടുകൾ ഓൾറെഡി ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. 2 വളരെ, പിന്നെ റഹ്മാൻ സാർ എനിക്ക് തോന്നുന്നു പേഴ്സണലി ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ സിനിമയിൽ. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആദ്യം റഹ്മാൻ സാറിനെ കാണാൻ പോകുമ്പോൾ അദ്ദേഹം ഒരു 1/2 hour 45 minutes എന്തോ ഒരു വിൻഡോ ആണ് കൊടുത്തിരുന്നത്. പക്ഷേ ബ്ലസ് ചേട്ടൻ അന്ന് അവിടുന്ന് ഒരു ഫുൾ ദിവസം ഇരുന്ന് വൈകുന്നേരമാണ് ഇറങ്ങുന്നത്. പിന്നെ റഹ്മാൻ സാർ ബ്ലസ് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് പറ്റിയ ലൊക്കേഷനിൽ വരാൻ, എനിക്കൊന്ന് സ്ഥലം കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പേഴ്സണലി വളരെ
ഇൻട്രസ്റ്റഡ് ആണ് എന്നെനിക്ക് അദ്ദേഹം ഭയങ്കര സ്പെഷ്യലായിട്ടാണ് ഈ സിനിമയെ കാണുന്നതെന്ന് ഞാൻ കരുതുന്നു, അങ്ങനെ ആഗ്രഹിക്കുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ഒരു അതിനകത്ത് ഇബ്രാഹിം ഖാദ്രി ആയിട്ട് ഒരു കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആരാന്നുള്ളത് ഒഫീഷ്യലി അനൗൺസ് ചെയ്യപ്പെടട്ടെ. ലൂസിഫറിന്റെ സീക്വൽ അനൗൺസ് ചെയ്യാണ്. നമുക്കറിയാം മലയാളത്തിൽ അങ്ങനെ ഒരു ക്രൗഡ് എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ പുറത്തേക്ക് മോഹൻലാൽ എന്ന് പറഞ്ഞൊരു സ്റ്റാറിന് ആ രീതിയിലുള്ളൊരു വിസിബിലിറ്റി ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എമ്പുരാൻ എന്നുള്ളത് ഞാൻ അതിൻ്റെ ഒരു ഷോ ബിസിനസ്സിനും ഇതിനൊക്കെ അപ്പുറത്ത് സീക്വൽ നമ്മളെപ്പോഴും എൻഗേജിങ്ങും എൻ്റർടൈനിങ്ങും ആവുന്നത് ഒരു ആദ്യത്തെ പാർട്ടിൻ്റെ ഒരു ഹാങ് ഓവറിൻ്റെ മേളിലേക്ക് ആളുകൾ എത്തിക്കുക എന്നുള്ളതാണ്. അതാണ് എപ്പോഴും ഒരു വെല്ലുവിളിയാവുന്നത് കാര്യം. ഇപ്പം ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ എമ്പുരാൻ്റെ ഒരു ചാലഞ്ച് എന്തൊക്കെയാണ്? ലൂസിഫർ ഞങ്ങൾ ഇപ്പോൾ സിനിമ ചെയ്യുമ്പോഴല്ല, അതിന് മുമ്പ് റൈറ്റിംഗ് സ്റ്റേജിൽ തന്നെ ഭയങ്കരമായിട്ട് ഞങ്ങൾ ഫൈറ്റ് ചെയ്തൊരു ടെംപ്റ്റേഷൻ, അത് 2 പാർട്ടായിട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. മുരളിയും ഞാനും ഭയങ്കരമായിട്ട് നമ്മൾ ടെംപ്റ്റഡ് ആയിരുന്നു. ഇത് ഇപ്പോൾ ബാഹുബലി 1, 2, KGF 1, 2 എന്നൊക്കെ പറയുന്ന പോലെ അന്ന് തന്നെ നമ്മൾ ലൂസിഫർ 1, 2 എന്ന് തന്നെ 2 പാർട്ടായിട്ട് ചെയ്യാം, ഒരുമിച്ച് ഷൂട്ട് ചെയ്യാം. അത് നമ്മൾ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്ത ടെംപ്റ്റേഷനാണ്. അത് ഫൈറ്റ് ചെയ്ത് മറ്റൊന്നും കൊണ്ടല്ല, അത് ഞാൻ അന്ന് തന്നെ മുരളിയെടുത്ത് പറഞ്ഞു, മുരളി അത് ബേസിക്കലി ഒരു ഡെബ്യൂ ഫിലിം മേക്കറിൻ്റെ മുകളിൽ ഭയങ്കരമായ ഒരു വിശ്വാസം അർപ്പിക്കാനുള്ളൊരു ഡിമാൻഡാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം ഓക്കെ, ലൂസിഫർ പോലൊരു മാസീവ് ഒരു പ്രോജക്റ്റ് നമ്മൾ മൗണ്ട് ചെയ്യുന്നു, അതെന്നെ വിശ്വസിച്ച് ഇത്രയും കോടികൾ മുടക്കി ഒരു നിർമ്മാതാവും ഇത്രയും സമയം ചെലവഴിച്ച് ഇത്രയും വലിയൊരു സ്റ്റാർ കാസ്റ്റും വരുന്നു. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഒരു ട്രസ്റ്റാണ്, ഓക്കെ ഇവനത് പുൾ ഓഫ് ചെയ്യും എന്നുള്ളൊരു ട്രസ്റ്റാണ്. അതിനെ നമ്മൾ വീണ്ടും പുഷ് ചെയ്യാണ്, നമ്മൾ 2 സിനിമയാണ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, ഓൾസോ ഇപ്പോൾ ലൂസിഫറിൻ്റെ 1ാം ഭാഗം ഒരു വലിയ വിജയമാണെങ്കിൽ മാത്രമേ 2ാം ഭാഗത്തിന് ഒരു പക്ഷേ ഒരു പ്രസക്തി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മളൊരു വിൽ ടേക്ക് ഇറ്റ് 1 by 1. ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ, ലൂസിഫർ ഇറങ്ങിയതിന് ശേഷം ഉണ്ടായതല്ല ആലോചനയിൽ. അതെ, അത് എനിക്കൊന്ന് ലൂസിഫർ ഒന്നുകൂടെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് പിടികിട്ടുമായിരിക്കും അതിനകത്ത് ഒരു സീക്വൽ ഉണ്ട് എന്നുള്ളത്. അതെ, എമ്പുരാൻ ഒരു തുടക്കം മുതൽ അവസാനം വരെ ഒരു പരിപാടി എന്താണെന്നുള്ളത് മുരളിക്കും എനിക്കും അറിയാം. പക്ഷെ അത് മുരളിയുടെ എനിക്ക് ആ സ്ക്രിപ്റ്റ് എഴുതി കിട്ടണം. മുരളി ഇപ്പം ഞാൻ അഭിനയിക്കുന്ന മറ്റൊരു സിനിമ രതീഷിൻ്റെ സിനിമ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ എമ്പുരാൻ എഴുതി തുടങ്ങും. അപ്പോൾ ലൂസിഫറിൻ്റെ ബൗണ്ട് സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് 4 മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഷൂട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ആസ് എ ഫിലിം മേക്കർ കുറച്ച് എക്സസൈസ് ഉണ്ട്. ഞാനൊരു സ്ക്രിപ്റ്റ് പിന്നെ ആ സ്ക്രിപ്റ്റിനെ ബേസ് ചെയ്ത് എഴുതാറുണ്ട്, അതിൻ്റെ ഷൂട്ട് സ്ക്രിപ്റ്റ്. അപ്പോൾ അതിപ്പോഴും ലൂസിഫറിൻ്റെ ഷൂട്ട് സ്ക്രിപ്റ്റിൻ്റെ ഐപാഡിലുണ്ട് ആക്ച്വലി. അപ്പോൾ ഞാൻ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർക്കും അവരുടെ വേർഷൻ ഓഫ് ദ ഷൂട്ട് സ്ക്രിപ്റ്റാണ് കൈമാറാറുള്ളത്. അപ്പോൾ ഞാൻ ആക്ഷൻ ഡയറക്ടർക്ക് ഞാനൊരു ഡിജിറ്റൽ ഷൂട്ട് സ്ക്രിപ്റ്റ് കൊടുക്കും. ഞാനങ്ങനെ ഒരു അത്രയും ടാലൻറ്റഡ് ആയൊരു ഫിലിം മേക്കറൊന്നും അല്ലാത്തതുകൊണ്ട് ഈ എക്സസൈസ് എനിക്ക് വളരെ പ്രധാനമാണ്. അപ്പോൾ ലൂസിഫറിനേക്കാൾ പിന്നെ എൻ്റെ ലൊക്കേഷൻ റെക്കി എനിക്ക് ഭയങ്കര ഒരു പേഴ്സണൽ എക്സസൈസാണ്. ഞാൻ ഈ ലൊക്കേഷൻ കാണാൻ പോകുന്നത് മിക്ക സ്ഥലങ്ങളും ഞാൻ 2-3 പ്രാവശ്യമൊക്കെ പോകും. ഞാൻ ചിലപ്പോൾ ഇപ്പോൾ നെടുമ്പള്ളിയിലെ ആശ്രയം എന്ന് പറയുന്ന സ്ഥലം ഷൂട്ട് ചെയ്ത സ്ഥലത്ത് ഞാനൊരു 2-3 പ്രാവശ്യം പോയിട്ട് ഞാൻ ചിലപ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കാറുണ്ട്, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. എനിക്ക് അപ്പോഴാണ് അതിൻ്റെ ഈ സ്ഥലം നമുക്ക് ഇങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്നൊക്കെ ഞാൻ പറഞ്ഞ ചെന്നിറങ്ങി അപ്പം തന്നെ പിടികിട്ടുന്ന ഡയറക്ടേഴ്സ് ഉണ്ടാവും കേട്ടോ. ഞാനങ്ങനെ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അപ്പോൾ എൻ്റെ റെക്കിയൊക്കെ എനിക്ക് ഭയങ്കര ഒരു പേഴ്സണൽ ലെവലിൽ ഞാൻ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ലൂസിഫറിനേക്കാൾ കുറച്ചുകൂടെ സ്കെയിലും വലുപ്പമൊക്കെ ഉള്ള സിനിമയാണ് എമ്പുരാൻ. അപ്പോൾ ലൂസിഫറിൽ ഞാൻ 4 മാസം എടുത്തത് കുറഞ്ഞ പക്ഷേ ഒരു 6 മാസമെങ്കിലും ഞാൻ എടുക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ മുരളി ആ സ്ക്രിപ്റ്റ് എനിക്ക് എന്ന് തരുന്നോ അന്ന് മുതൽ 6ാം മാസം ഞാൻ ഷൂട്ട് തുടങ്ങാൻ നേരിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ആസ് ആൻ ആക്ടർ വലിയ ഗ്യാപ്പ് ഉണ്ടാവുകയാണല്ലോ. അത് മാനേജ് ചെയ്യാവുന്ന രീതിയിൽ ഒരു പ്ലാൻ കൂടി ഉണ്ടാക്കിയിട്ടാണോ ഡയറക്ഷനിലേക്ക് മാറുക? ആ സമയത്തേക്ക് റിലീസുകൾ നമ്മളത് എങ്ങനെയൊക്കെ ട്രൈ ചെയ്താലും ഒരു ഗ്യാപ്പ് ഉണ്ടാവും. കാരണം ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഞാൻ അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ടൈം കൺസ്യൂമിങ് തന്നെയാണ്. അതിനൊരു എന്താ പറയുക, സർക്കമെൻറ്റ് ചെയ്യാനോ അതിനെ എസ്കേപ്പ് ചെയ്യാനോ ഒന്നും ഒരു മാർഗ്ഗമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് നമ്മുടെ റിലീസുകളും മറ്റ് ആക്ടിങ് കമ്മിറ്റ്മെൻറ്റ്സും എല്ലാം കുറച്ച് കുഴപ്പത്തിലാവും. പക്ഷേ അതിന് വേറെ ഒരു വഴിയില്ല. ഇപ്പോൾ ഞാൻ ലൂസിഫർ കഴിഞ്ഞിട്ടുള്ളൊരു അടുത്ത സിനിമയെന്നല്ല പറയുന്നത്, മുരളി ഞാനും തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു ഡ്രീം ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതെ, നമ്മൾ വളരെ മുമ്പ് തന്നെ നമ്മൾ തമ്മിൽ സംസാരിച്ച് അത് മുരളി ഇത് ചെയ്യുന്നെങ്കിൽ രാജു ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര ഡ്രീം ഒരു സിനിമയുണ്ട്. അപ്പോൾ എനിക്കറിയില്ല, അത് മേ ബി ഐ ഡോണ്ട് നോ, ഐ ടേക്ക് ഇറ്റ് ടു ലോസ് ആഞ്ചലസ്, അങ്ങനത്തെ ഒരു സ്റ്റുഡിയോ ഇൻവോൾവ് ആക്കിയൊക്കെ ചെയ്യേണ്ട അതൊക്കെ ചെയ്യാൻ എനിക്കറിയില്ല. ഇപ്പോൾ 2-3 വർഷമൊക്കെ ചിലപ്പോൾ.
ഇപ്പൊ ഇതൊരു ബാലൻസ് ചെയ്യേണ്ട ഒരു സംഗതി ഉണ്ടല്ലോ. കാരണം 17-ാം വയസ്സ് മുതൽ ആക്ടിങ് യാദൃശ്ചികമായിട്ടാണ് വരുന്നത്. അവിടെ മുതൽ പ്രത്യേകത ഇതാണ് പ്രൊഫഷൻ എന്ന് തീരുമാനിച്ചിട്ട് പോയിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ ഡയറക്ഷൻ എന്നുള്ളതുണ്ട്, അവിടേക്ക് അട്ടിമറിക്കുന്ന പാഷൻ വരാം. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതെനിക്ക് ഡയറക്ട് ചെയ്യണം എന്ന് അങ്ങോട്ടൊരു പിടിച്ചുവലി ഉണ്ടാവാം. ഇതേ പിടിച്ചുവലി തന്നെ ഇപ്പോഴത്തെ ആക്ടിങ്ങിന്റെ കാര്യത്തിലുണ്ടാവും. അതിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ അതിനെ എങ്ങനെയെങ്കിലും ഡിസൈൻ ചെയ്യണം എന്ന് വരുന്നുണ്ടോ? ഒരു വർഷം ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നോ അല്ല അങ്ങനെയില്ല. അങ്ങനെ ഞാൻ ഡിസൈൻ ചെയ്തിട്ടില്ല. ഇങ്ങനെ ഓക്കെ ഇങ്ങനെ 2 വർഷം അഭിനയം പിന്നെ മാനേജ് ചെയ്യണമല്ലോ അങ്ങനെ ഡിസൈൻ. പിന്നെ ഞാൻ ആലോചിക്കാറുണ്ട്, നമുക്ക് മുമ്പിൽ 90-ാം വയസ്സിൽ ഇന്നൊരു ക്ലിന്റ് ഈസ്റ്റ്വുഡ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ പറ്റുമെങ്കിൽ ചിലപ്പോൾ അതിന്റെ ഒരു 1% നമുക്കൊക്കെ ചെയ്യാൻ പറ്റണമായിരിക്കും. നമ്മളെക്കാളൊക്കെ എത്ര അഭിനയിക്കുന്ന കാലത്തോളം സംവിധാനം ചെയ്യാൻ പറ്റണം എന്നാണ് നിലവിൽ ആഗ്രഹിക്കുന്നത് അല്ലേ? അതെ ഞാൻ പറഞ്ഞു ഇത് രണ്ടും എനിക്ക് ചെയ്യണം. പക്ഷെ എനിക്കറിയാം ഞാൻ ഒരിക്കലും ഒരു ഫുൾ ടൈം സംവിധായകനാകാൻ പോകുന്നില്ല എന്നുള്ളത് എനിക്കറിയാം. കാരണം ഞാൻ സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഡ്രെയിനിങ് എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ചില സിനിമകൾ അഭിനയിക്കുമ്പോഴും അങ്ങനെയാണ്. നമ്മൾ ആ സിനിമ കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഇനി ഒന്ന് 0 എനർജി ആണല്ലോ നമ്മുടെ ഉള്ളിൽ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ലൂസിഫർ എനിക്ക് അങ്ങനെയായിരുന്നു. ഞാൻ ലൂസിഫറിൻ്റെ ഒരു അവസാനത്തെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സമയം എന്നൊക്കെ പറയുന്നത് ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ ടീം വാവാ കൊട്ടാരക്കര, ജയൻ നമ്പ്യാർ, ഇർഷാദ് പെരാറി, മൻസൂർ, ജയപ്രകാശ്, തൻസീർ, അങ്ങനെ എൻ്റെ ടീം, റെനിത്ത്, എൻ്റെ കൂടെയുള്ള, ഞാൻ ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി, എൻ്റെ ടീം മുഴുവൻ നമ്മളാരും ഒരു ഉറക്കമൊന്നും ഞാൻ ആക്സൽ മീഡിയയിലാണ് ഡിജിറ്റൽ ഇന്റർമീഡിയറ്റും VFX ഒക്കെ ചെയ്തത്. ഞാൻ അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ പേടി സ്വപ്നമാണ്. കാരണം ഞാൻ ഈ വെളുപ്പിനെ 3 മണിക്ക് വിളിച്ചിട്ട് ഞാനിപ്പോൾ വരികയാണ് എന്നൊക്കെ പറയാ. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് അവിടെ ആൾക്ക് പ്രോഗ്രാമേഴ്സൊക്കെ എണീറ്റ് വരിക. അപ്പോൾ പണിക്കർ സാർ ഉണ്ട് അതിൻ്റെ ഉടമസ്ഥൻ, നമ്മുടെ വലിയ സുഹൃത്താണ്, എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത ആളാണ്. അപ്പോൾ പണിക്കർ സാർ പറയും ഇവിടെ എല്ലാവർക്കും നിങ്ങളാണ് ഇപ്പോൾ പേടി സ്വപ്നം. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന അടുത്ത സിനിമ എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് എല്ലാവരും ലീവിന് അപ്ലൈ ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ എമ്പുരാന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ലൂസിഫറിന് പ്രശംസയോളം തന്നെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ 2 തരത്തിലുണ്ടല്ലോ. പിന്നെ അതിൻ്റെ ഒരു പൃഥ്വി അതിലൊരു വാല്യുവേഷൻ നടത്തുമ്പോൾ പൃഥ്വിക്കും അടുത്ത സിനിമയിൽ ഇന്ന കാര്യങ്ങൾ പരിഹരിക്കണം, അല്ലെങ്കിൽ ഇന്ന ഏരിയ ഉണ്ട്. എമ്പുരാന്റെ കാര്യത്തിൽ അങ്ങനെ കൂടി കരുതുന്നുണ്ടോ? അതായത് ലൂസിഫറിൽ നിന്ന് വേറിട്ട് വേറെ ഏതെങ്കിലും തരത്തിൽ, അതായത് രണ്ട് സിനിമകളായിട്ട് വരുന്ന, എനിക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ എടുക്കാൻ സാധിക്കുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. അതായത് എല്ലാവരും ഹാപ്പിയായി എന്ന് പറയുന്നൊരു സിനിമ എടുക്കാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. എനിക്ക് അങ്ങനത്തെ സിനിമകൾ തന്നെ വളരെ ചുരുക്കമായിരിക്കാമെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സിനിമ എനിക്കെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫോർ മീ ആസ് എ ഫിൽം മേക്കർ ഒരു സ്ക്രിപ്റ്റാണ് എൻ്റെ ഷോർട്ട് മേക്കിങ്ങും ഒരു സീൻ ഞാൻ കൺസീവ് ചെയ്യുന്നതും എല്ലാം ഒരു സ്ക്രിപ്റ്റിനെ. ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റിൽ എൻ്റെ കുറേ ആഡ് ഓൺസ് ഉണ്ടാവാറുണ്ട്. അതായത് ഞാനായിട്ട് ചില സീനുകളിൽ എഴുതി ചേർക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതുപോലും ജനിക്കുന്നത് ആ ഓൾറെഡി എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. ഇപ്പോൾ പ്യോർലി ആ സ്ക്രിപ്റ്റാണ്. ലൂസിഫറിൽ ഞങ്ങൾ അറ്റംപ്റ്റ് ചെയ്തത് എന്തായിരുന്നു? ഞങ്ങൾ ആ തുടക്കം മുതൽ നമുക്കൊരു ബ്ലോക്ക് ബസ്റ്റർ ഉണ്ടാക്കാം, ഒരുപാട് ആൾക്കാർ നമ്മൾ ലെറ്റ്സ് ട്രൈ ആൻഡ് മേക്ക് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സക്സസ് സ്റ്റോറീസ് ഓഫ് മലയാളം. അത് തന്നെയായിരുന്നു നമ്മൾ ഫസ്റ്റ് ആ പ്രോജക്റ്റിന്റെ ഡിസ്കഷൻ മുതൽ. നമ്മൾ വേറെ ഒന്നും അറ്റംപ്റ്റ് ചെയ്തിട്ട് പോലും ഇല്ല. അടുത്ത വർഷത്തെ നാഷണൽ അവാർഡ് ബെസ്റ്റ് ഡയറക്ടറിന് ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ട് പോലും ഇല്ല. മനസ്സിലായില്ല? ഞാൻ അതിനകത്തെ ഷോർട്ട് മേക്കിങ്ങും അതിൻ്റെ ഡിസൈനും അതിൻ്റെ കൺസെപ്ഷനും എല്ലാം തിയേറ്ററിൽ കാണുന്ന ആൾക്കുള്ളിൽ ഉണ്ടാകുന്ന ഒരു സാധനം, ഒരു മൊമെന്റ് ഓഫ് ഹൈ, അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഞാൻ ആ സിനിമ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, എവറി ഷോട്ട് ദ ക്യാമറാസ് മൂവിങ്, ദി ആംഗിൾ. ഇപ്പോൾ തൻ്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന് പറയുമ്പോൾ അഡാപ്റ്റർ ഇട്ട് ലാലേട്ടൻ്റെ കണ്ണിൻ്റെ മുകളിൽ കൊണ്ട് വയ്ക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു നാച്ചുറൽ പ്രോഗ്രഷനിലുള്ള ഷോർട്ട് മേക്കിംഗ് ഒന്നും അല്ല. അത് നമ്മൾ ആ മൊമെന്റിനെ എൻഹാൻസ് ചെയ്ത് അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതെ ലാലേട്ടൻ മുണ്ട് മടക്കുന്നതിൽ 8 ഷോട്ട് എടുക്കേണ്ട കാര്യമൊന്നും ഒരു സാധാരണ നറേഷനിൽ വരുന്നില്ലല്ലോ. പക്ഷെ നമ്മൾ ആ സിനിമയുടെ സ്വഭാവം അതാണ്. ഇപ്പൊ എമ്പുരാന്റെ സ്ക്രിപ്റ്റ്, എമ്പുരാന്റെ വിഷയം എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്കറിയാം കുറച്ചുകൂടെ ഗൗരവമുള്ളൊരു സിനിമയായിരിക്കും. കുറച്ചുകൂടെ ലൂസിഫറിനേക്കാൾ കുറച്ചുകൂടെ ഗൗരവമാർന്ന വിഷയങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു സിനിമയായിരിക്കും. അത് സാമൂഹികമായിട്ടാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും കുറച്ചുകൂടെ ഗൗരവമാർന്നൊരു സിനിമയായിരിക്കും. പക്ഷെ അഗെയിൻ ദി അറ്റംപ്റ്റ് ഇസ് ടു മേക്ക് എ ബ്ലോക്ക് ബസ്റ്റർ. എമ്പുരാൻ ഡയറക്റ്റ് ചെയ്തത് കൊണ്ട് എൻ്റെ സംവിധാന മികവിനെ കുറിച്ച് ഇവിടെ ആരും പ്രശംസിച്ച് പറയുന്ന എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല. പക്ഷേ മൈ എയിം വിത്ത് എമ്പുരാൻ ഇസ് അഗെയിൻ ടു മേക്ക് എ ബ്ലോക്ക് ബസ്റ്റർ. അതായത് ഒരുപാട് ദിവസം തിയേറ്ററുകളിൽ ഓടി ആൾക്കാർ
ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്ന ഒരു സിനിമ ഉണ്ടാക്കാൻ തന്നെയാണ് എൻ്റെ ശ്രമം. എന്നെ കൊണ്ട് അതിന് സാധിക്കുമെന്ന് എനിക്കറിയില്ല, അതാണ് ഒരു ശ്രമം. ലൂസിഫറിനെ കണക്ട് ചെയ്തിട്ട് വന്നൊരു കാര്യം കൂടി ചോദിക്കുകയാണ്. പൃഥ്വി ആൻസർ ചെയ്തതാണ് ടൈംസിൻ്റെ ഇൻ്റർവ്യൂവിൽ. അതിൽ ഇത് ഐറ്റം ഡാൻസ് സീനിനെ കുറിച്ച് പൃഥ്വി പറഞ്ഞത് അങ്ങനെ ഒരു സ്പേസിൽ പോയി ഡാൻസ് ബാറിൽ പോയാൽ ഐറ്റം ഡാൻസ് ആണ് അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ അതിനേക്കാൾ അതിനപ്പുറത്ത് ശരിക്കും അതിൽ ക്രിറ്റിസിസം വന്നിരിക്കുന്നത് ഐറ്റം ഡാൻസ് ഷൂട്ട് ചെയ്ത രീതി. അതായത് ആ സിനിമയിൽ നേരത്തെ സ്ത്രീവിരുദ്ധ സംഭാഷണങ്ങൾ പറയുന്നതിൽ ഖേദം പ്രകടിപ്പിച്ചൊരു സംവിധായകൻ ഒരു സ്ത്രീയെ വസ്തുവൽക്കരിച്ചിട്ട് നഗ്നത ചിത്രീകരിച്ച് കാണിച്ചു എന്നുള്ള രീതിയിലായിരുന്നു. പല പെയിന്റിങ്ങുകളും സ്ത്രീവിരുദ്ധമാണ്. ഒരു ഭംഗിയുള്ളൊരു കാര്യത്തിനെ നമ്മൾ ഗ്ലാമറൈസ് ചെയ്ത് കാണിക്കുന്നു, അത്തരത്തിൽ അതിനെ എൻഹാൻസ് ചെയ്യാനുള്ള ഷോട്ടുകൾ വെക്കുന്നു എന്നുള്ളത് സ്ത്രീവിരുദ്ധമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സെക്കൻഡ്ലി ക്യാമറയുടെ നോട്ടങ്ങൾ എന്നുള്ളതാണ്. സെക്കൻഡ്ലി ഇപ്പോൾ ലൂസിഫറിനെ ആ ക്ലൈമാക്സിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് എടുത്തിട്ട് ഒന്ന് അതിനൊരു ഫിലോസഫിക്കൽ തലമൊന്നുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ആ ക്ലൈമാക്സിൽ എവറിത്തിങ് ഈവിൾ സമാഗമിക്കുന്ന ഒരു പോയിന്റ് ആയിരിക്കണം. അതായത് സെക്സ്, ഡ്രഗ്സ്, വയലൻസ്, ലസ്റ്റ്, പവർ, മണി, അങ്ങനെ എല്ലാ ഈവിളുകളും ഒന്ന് സമാഗമിക്കുന്ന ഒരു ഓവറോൾ ഓറ ഉണ്ടാക്കുക. അവിടെ ഈ കറുത്ത ഷർട്ടും ഇട്ട് നമ്മുടെ ലൂസിഫേറിയൻ സാധനം, ഒരു ലൂസിഫേറിയൻ അവതാരം ഈ കഥാപാത്രത്തിൻ്റെ ഉടലെടുക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ചിന്തയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു മേ ബി കുറച്ച് സ്ലീസി ആണെന്ന് തോന്നിക്കുന്ന ഒരു ഡാൻസ് ബാർ, ഡ്രഗ്സിൻ്റെ ഒരു കാർട്ടൽ, മണി, അതായത് ബാഡ് ബ്ലാക്ക് മണി, വയലൻസ്, ഗൺസ്, അങ്ങനെ എല്ലാ ഈവിളുകളും വന്ന് സമാഗമിക്കുന്ന ഒരു പര്യവസാനം എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ഒരു ബ്രോഡർ. അതായിരുന്നു എൻ്റെ മനസ്സിലുള്ള എൻ്റെ ഒരു ബ്രോഡർ ചിന്ത. അതായിരുന്നു വേർ ഓൾ ദി മോഡേൺ ഈവിൾസ് കം ആൻഡ് മീറ്റ്, അവിടെയാണ് ഈ സിനിമയുടെ പര്യവസാനം നടക്കുന്നതായിരുന്നു എൻ്റെ ഒരു ബ്രോഡർ ചിന്ത. അതിനെ നമ്മൾ ബോംബെയിലെ ഒരു ഗളിക്കുള്ളിലെ ഒരു ഡാൻസ് ബാറിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുമ്പോൾ അതിനെ കാണിക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബട്ട് ഐ എം ഓക്കെ. നിങ്ങൾക്ക് ആ സിനിമ കണ്ടിട്ട് ഇയാൾ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ യു ആർ ഫ്രീ ടു തിങ്ക് ദാറ്റ്. ഈ ഇതിൽ തന്നെ കണക്ട് ചെയ്ത് ചോദിച്ചാൽ എന്നോടും പലരും പേഴ്സണലായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഇലുമിനാറ്റി ആളുകൾ തമാശക്കാണ് പറയുന്നെങ്കിൽ പോലും പൃഥ്വിയുടെ 2-3 പടത്തെ കണക്ട് ചെയ്യുമ്പോൾ ഈ സാറ്റാനിക് ഇത് കണക്ഷൻസ്, അല്ലെങ്കിൽ ഒരു പിശാചുമായി കണക്ട് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയുക സാത്താൻ സേവയായിട്ട് കണക്ട് ചെയ്യുന്ന കുറേ സിമ്പിൾസ് ഒക്കെയാണല്ലോ വരുന്നത്. ഇതിൻ്റെ അതിൻ്റെ എന്ത് തീം സോങ്ങിൽ പോലും അങ്ങനെ കണക്ട് ചെയ്ത വന്നതൊക്കെ. നിങ്ങളത് അങ്ങനെ വരുന്ന ട്രോളോ ഫണ്ണോ കണക്ട് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും സിമ്പിൾസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടോ? അല്ല, അത് ട്രോളിന് വേണ്ടി ഞാൻ സിനിമ ചെയ്യാറില്ല. ട്രോളിനല്ല ഞാൻ അങ്ങനെ ഒരു അത് ഇപ്പം സെൽഫ് ട്രോൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് അത് പുറത്ത് സോഷ്യൽ മീഡിയയിൽ അത്രയും ട്രെൻഡിങ് ആവുന്ന ഒരു കാര്യം കൂടിയായിട്ടാണല്ലോ. അതെ. ഇപ്പോൾ ലൂസിഫറിൽ ഇപ്പോൾ ഈ സ്റ്റീഫൻ നെടുമ്പള്ളി ആരാണ് എന്ന ചോദ്യത്തിന്, അല്ലെങ്കിൽ ഖുറേഷി അബ്രഹാം ആരാണ് എന്ന ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തതയില്ല എന്നുള്ളത് എനിക്കറിയാം. കൃത്യമായിട്ട് പറഞ്ഞാൽ അയാൾ ആരാണെന്ന് അത് അറിയരുത്. സിനിമ ആദ്യ ഭാഗം വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടില്ല. അതെ, അത് ഇപ്പോഴും അയാൾ എന്താണ് ആരാണെന്ന് കൃത്യമായിട്ട് അറിയരുത്. ആ ഓറ ആണ് ആ കഥാപാത്രത്തിന് ഒരു വലിയ പങ്കെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈവൻ സെക്കൻഡ് പാർട്ടിലും എൻ്റെ ആഗ്രഹം ചെറിയൊരു ചോദ്യചിഹ്നം ഉണ്ടാണ്. കാരണം അയാളെ അങ്ങ് നമ്മൾ ഫ്ലാറ്റ് ഔട്ട് ഇന്ന കാര്യങ്ങളാണ് ഇയാൾ എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ആ ഓറ അങ്ങ് റിവീൽ ചെയ്യുന്നൊരു ഇത്. അപ്പോൾ എനിക്ക് അതിന് ഇപ്പം ഈവൻ വിത്ത് സംബഡി ലൈക്ക് ജെയിംസ് ബോണ്ട്, അതൊരു ജെയിംസ് ബോണ്ട് സിനിമകളിൽ നമുക്ക് ഏറ്റവും തോന്നുന്നത് ഇയാൾക്ക് ഇപ്പോഴും ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. ഇയാൾ എന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റി അപ്പോൾ അതൊരു ഭയങ്കര അട്രാക്റ്റീവ് ഓറയാണ്, എസ്പെഷ്യലി ഒരു ഗ്രേ ഷെയ്ഡുള്ള ഒരു നായക കഥാപാത്രത്തിന്. പിന്നെ ഈ ലൂസിഫറിൽ ഞാൻ അഫ്കോഴ്സ് ലാലേട്ടൻ ഇരിക്കുമ്പോൾ പുറകിൽ ഒരു മിനർവ ഔളിൻ്റെ പെയിൻറ്റിംഗ് ഉള്ളതൊന്നും അറിയാതെ സംഭവിക്കുന്നൊന്നുമല്ല, നമ്മളത് വേണമെന്ന് പറഞ്ഞ് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ പിന്നെ ഞാൻ ഇലുമിനാറ്റി ആണോ സൈറ്റൻ വർഷിപ്പനാണോ എന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ ഇലുമിനാറ്റിക്കാരത് പുറത്ത് പറയാറില്ല. ബാക്ക് ടു ലൂസിഫർ ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പം കേരളത്തിലെ പൊളിറ്റിക്സ് കണക്ട് ചെയ്ത് അതൊരു ഫിക്ഷൻ, പക്ക ഫിക്ഷണൽ സ്പേസിൽ തന്നെയാണ് പറഞ്ഞപ്പോഴും ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും പറഞ്ഞു. എന്തുകൊണ്ട് BJP RSSലേക്ക് കണക്ട് ചെയ്തിട്ടില്ല എന്നുള്ള റിവ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. തൽക്കാലം നമ്മൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് തൽക്കാലം ആസ് ഓഫ് ടുഡേ നമ്മൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് 2 രാഷ്ട്രീയ ശക്തികളെക്കുറിച്ച് പ്രധാനമായിട്ട് പരാമർശിക്കാൻ സാധിക്കും. ഒരു ഭരണപക്ഷവും ഒരു പ്രതിപക്ഷവും. ഇനി മൂന്നാമതൊരു രാഷ്ട്രീയ ശക്തി നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ ഒരു വലിയ ശക്തിയായിട്ട് ഉടലെടുക്കുകയാണെങ്കിൽ അന്നൊരു പൊളിറ്റിക്കൽ സിനിമ ഞാൻ ചെയ്യുകയാണെങ്കിൽ അവരെയും പരാമർശിക്കും തീർച്ചയായിട്ടും. ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയുടെ രാഷ്ട്രീയ പശ്ചാത്തലം കേരളത്തിൻ്റെതാണ്. കേരളത്തിലെ കറണ്ട് പൊളിറ്റിക്കൽ സിനാരിയോയുടെ ഭരണപക്ഷവും പ്രതിപക്ഷവും നമ്മൾ പരാമർശിക്കുമ്പോൾ
എത്തരത്തിലുള്ള പൊളിറ്റിക്കൽ അനാലജീസ് ആണ് നമ്മൾ ഒരു സിനിമയിൽ പ്ലേസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു ഫിൽം മേക്കറിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലല്ലോ. നേരെ മറിച്ച് ഇപ്പോൾ ഇതേ സിനിമ നമ്മൾ രാജസ്ഥാനിലോ മറ്റേ മഹാരാഷ്ട്രയിലോ അല്ലെങ്കിൽ മറ്റൊരു ഗുജറാത്തിലോ ആണ് നമ്മൾ പ്ലേസ് ചെയ്തതെങ്കിൽ വേറൊരു ലാൻഡ്സ്കേപ്പ് ആയിരിക്കും സിനിമയ്ക്കുള്ളത്. മുരളി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ PK രാംദാസ് എന്ന വൻമരം വീണു എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഇട്ടിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹിസ്റ്റോറിക്കൽ റെഫറൻസ് എന്ന് പറഞ്ഞത് ഇന്ദിരാഗാന്ധിയുടെ മരണാനന്തരമുള്ള രാജീവ് ഗാന്ധിയുടെ ഒരു സ്പീച്ചാണെന്ന്. അന്ന് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ അത് റോബർട്ട് വദ്രയാണ് ഈ ബോബി എന്ന് പറയുന്ന ക്യാരക്ടർ, ഇത് പ്രിയദർശിനി പ്രിയങ്ക ഗാന്ധിയാണ്. അത്തരത്തിൽ കൂടിയുള്ള അഭ്യൂഹങ്ങളും അല്ലെങ്കിൽ അങ്ങനെ ആളുകളുടെ വായന വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഫീൽ ഫ്രീ. ഞാൻ ഇലുമിനാറ്റി ആണെന്ന് പറയുന്ന ആൾക്കാർക്ക് പിന്നെ വിവേക് ഓബ്രോയ് റോബർട്ട് വദ്രയാണെന്ന് പറയാൻ പാടില്ലെന്നുണ്ടോ? ഓക്കെ, ഈ ഇതിലേക്ക് തന്നെ വരുവാണ്. ഇപ്പം നന്ദനത്തിലൂടെയാണ് പൃഥ്വി വരുന്നത്. അന്ന് ഒരു ഏതാണ്ട് ഒരു യൗവനകാലത്ത് തന്നെ സിനിമയിലേക്ക് വരികയാണ്. അതിനുശേഷം രഞ്ജിത്തുമായിട്ട് വീണ്ടും ഒരു സിനിമയെക്കുറിച്ച് ഇപ്പം പറഞ്ഞു കേൾക്കുന്നു. ഇപ്പോൾ ഒരു സിനിമയിൽ 2 സിനിമയിലായിട്ട് അച്ഛൻ കഥാപാത്രമായിട്ട് രഞ്ജിത്ത് അഭിനയിച്ചിട്ടുണ്ട്. രഞ്ജിയേട്ടൻ ഇപ്പോൾ കൂടെയിൽ ഞാൻ ആണ് പറഞ്ഞത്. രഞ്ജിയേട്ടൻ എൻ്റെ ഐഡിയ ആയിരുന്നു, അഞ്ജലിയുടെ ഞാനാണ് പറഞ്ഞത് രഞ്ജിയേട്ടൻ കറക്റ്റ് ആയിരിക്കുമെന്ന്. അപ്പോൾ അഞ്ജലിക്ക് ആ കാസ്റ്റിംഗ് ഐഡിയ ഇഷ്ടപ്പെട്ടു, അങ്ങനെയാണ് രഞ്ജിയേട്ടൻ വന്നത്. ഇതിൽ ആക്ച്വലി അയ്യപ്പനും കോശിയിലും സത്യത്തിൽ ആ കഥാപാത്രം ചെയ്യേണ്ടിയിരുന്നത് സിദ്ദിഖേട്ടനായിരുന്നു. സിദ്ദിഖേട്ടനായിരുന്നു ആ ക്യാരക്ടർ ചെയ്യുന്നത്. ഇപ്പോൾ ലാസ്റ്റ് മൊമെന്റ് സിദ്ദിഖേട്ടൻ ഭയങ്കര തിരക്കുള്ള നടനാണ്. സിദ്ദിഖേട്ടൻ്റെ ഡേറ്റ്സ് എങ്ങനെ നോക്കിയിട്ട് നമുക്ക് എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വന്നപ്പോൾ ഞങ്ങൾ രഞ്ജിയേട്ടനെ നരയിടിച്ചതാണ്. പക്ഷേ അഗെയിൻ ഐ തിങ്ക് രഞ്ജിയേട്ടൻ്റെ അതൊരു വർക്ക്ഔട്ട് ആവുന്ന കെമിസ്ട്രി ആണ്. അതെ അതെ. പിന്നെ കൂടെയിലെ അച്ഛനും മകനും എന്തായിരുന്നോ അതിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഡയമെട്രിക് ഓപ്പോസിറ്റ് ആണ് അയ്യപ്പനും കോശിയിലെയും അപ്പനും മോനും. അപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അയ്യപ്പനും കോശി ആസ് എ ഫിലിം ഓൾസോ ഒരു രസമുണ്ടെന്ന് നമ്മൾ ഒരു കൊള്ളാം. അഗെയിൻ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. പക്ഷേ അത് ഭയങ്കര ഒരു വളരെ റോ റിയൽ സിനിമയാണ് അയ്യപ്പനും കോശി. അതിൻ്റെ എല്ലാം അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ കൺസെപ്ഷനും ഷൂട്ട് ചെയ്യുന്ന രീതിയും. ആൻഡ് സച്ചി ഓഫ് കോഴ്സ് ഒരു നല്ല റൈറ്ററാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. സർപ്രൈസിങ് ഗ്രോത്ത് ആണ് ആസ് എ ഫിലിം മേക്കർ ഓൾസോ. അതെ അതെ, വെരി ഹാപ്പി ഫോർ ഹിം. ഇപ്പോൾ സച്ചിയെ തുടർച്ചയായിട്ട് സച്ചി സിനിമകളിൽ പൃഥ്വി ആവർത്തിക്കുന്നുണ്ട്. കാരണം അയ്യപ്പനും കോശി വരുന്ന ഇപ്പോൾ ജയൻ നമ്പ്യാരുമായിട്ടുള്ള സിനിമയും എനിക്ക് പൃഥ്വിയുടെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നല്ലോ. അതെ അതെ. എൻ്റെ ലൂസിഫറിൽ എൻ്റെ മെയിൻ അസോസിയേറ്റ് വാവ കൊട്ടാരക്കരയായിരുന്നു. എൻ്റെ സെക്കൻഡ് അസോസിയേറ്റ് ജയൻ നമ്പ്യാർ ആയിരുന്നു. പിന്നെ ഉള്ള എൻ്റെ അസിസ്റ്റൻസ് ആയിരുന്നു ഇർഷാദ് പരാരി, റെനിത്ത്, മൻസൂർ, തൻസീർ. അപ്പോൾ ഇതിൽ 3 പേര് സിനിമ ചെയ്യുന്നുണ്ട്. വാവ, ജയൻ, ഇർഷാദ് 3 പേരും സിനിമ ചെയ്യുന്നുണ്ട്. ഇവരുടെ 3 പേരുടെ സിനിമയിൽ ഞാനാണ് അഭിനയിക്കുന്നത്. 3 പേരുടെ സിനിമയും ഞാൻ തന്നെ ആയിരിക്കും നിർമ്മിക്കുന്നത്. അപ്പോൾ അത് എൻ്റെ കൂടെയുള്ള ആൾക്കാർ സിനിമ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് സ്ക്രിപ്റ്റുമായിട്ട് വരാം. ഈ സച്ചിയുടെ കാര്യം പറഞ്ഞല്ലോ. എന്ന സച്ചി എന്നുള്ള റൈറ്ററുമായിട്ട് നിങ്ങളുടെ അങ്ങനെ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ. ഇപ്പം ഡ്രൈവിംഗ് ലൈസൻസ് കഴിഞ്ഞ് തൊട്ട് പിന്നാലെ ചെയ്ത സിനിമയാണ് അയ്യപ്പനും കോശിയും. അതെ അതെ. എന്നോട് ആക്ച്വലി ഈവൻ അനാർക്കലിക്ക് തൊട്ടും രാമലീലയുടെയും ഒരു ഫസ്റ്റ് തോട്ട് എന്നോട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ സിനിമ ഒരു സൂപ്പർ ഹിറ്റാണ്. പിന്നീട് ഓഫ് കോഴ്സ് ദിലീപേടൻ ചെയ്തു, അതൊരു വലിയ വിജയമായി. ഈ ഒരു റൈറ്ററും ആക്ടറും തമ്മിലുള്ള കെമിസ്ട്രി എന്തുകൊണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല 2 പേർക്കും ഒരു ഉത്തരം കൃത്യമായിട്ട് പറയാൻ പറ്റുമെന്ന്. എനിക്ക് സച്ചിയുടെ കഥകളും കഥാപാത്രങ്ങളും എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. എനിക്ക് സച്ചിയുടെ ഒരു സ്ക്രിപ്റ്റ് കേട്ടിട്ട് ഇത് ചെയ്യണ്ട എന്ന് എനിക്ക് പറയാനുള്ള ഒരു അവസരം വന്നിട്ടില്ല. എനിക്ക് സച്ചിയുടെ അടുത്ത മനസ്സിലുള്ള ഒരു 3-4 കഥകൾ എനിക്കറിയാം. ആ 3-4 കഥകളിൽ ഏത് കഥ എൻ്റെ അടുത്ത് പറഞ്ഞാലും ഞാനത് ചെയ്യും. അതെല്ലാം എനിക്ക് കൊള്ളാൻ തോന്നിയ കഥകളാണ്. ഇനിയിപ്പോൾ എഴുതി വരുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒരു ഭയങ്കര ടാലൻറ്റഡ് ഒരു റൈറ്ററാണ്. കാരണം കൃത്യമായിട്ടൊരു വിഷയം ആൾക്കാർക്ക് രസിക്കുന്ന രീതിയിൽ, ആൾക്കാർക്ക് എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിൽ എങ്ങനെ അത് പാക്കേജ് ചെയ്ത്, എന്നാൽ സിനിമയുടെ എസ്തെറ്റിക്സ് പോകാതെ അതിനെ എങ്ങനെ നറേറ്റ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന റൈറ്ററാണ്. ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെയും ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു ഇഷ്യൂ പറഞ്ഞു, ഇതിനെ എങ്ങനെ ഒരു ഫുൾ സിനിമയാക്കാം എന്നുള്ളതാണ് അത് ചലഞ്ചിങ് ആവുന്നത്. ഇപ്പോൾ ഇങ്ങനൊരു ഡ്രൈവിംഗ് ലൈസൻസ്, ഒരു സൂപ്പർ താരം, അയാൾക്ക് ലൈസൻസ് വേണം, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, ഫാൻ, ഓക്കെ, ഇത് നമുക്കുണ്ടാക്കാം. ഇതിനെ എങ്ങനെ ഒരു 60-65 സീനുകളായി ആ 65 സീനുകളുടെയും ഇൻട്രസ്റ്റ് ലെവൽ താഴാതെ ഇങ്ങനൊരു നരേഷൻ എങ്ങനെ കൊണ്ടുപോകാം. അവിടെ സച്ചി എന്ന് പറയുന്ന റൈറ്റർ ഭയങ്കര സുപ്രീംലി സ്കിൽഡ് ആണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഇപ്പം നമ്മൾ ലൂസിഫർ തിയേറ്ററിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആമസോൺ പ്രൈമിൽ സിനിമ വരുന്നതിനെ കുറിച്ച്. തിയേറ്ററിലുള്ളതിന് സമാനമായ ഹോർഡിങ്സും പരസ്യ പ്രചരണവും സിനിമയ്ക്കും ഉണ്ടായിരുന്നു. അത് എനിക്കൊന്ന് അവരുടെ കാര്യത്തിൽ ഇവിടെ ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിന്റെ കാര്യത്തിൽ
അതായിരുന്നു. അതെ അതെ. ഇനി അങ്ങോട്ടുള്ള സിനിമ അങ്ങനെ ഒരു കുറച്ചുകൂടി ഒരു പേഴ്സണൽ വ്യൂവിങ്, തിയേറ്ററിന് പുറത്തേക്കുള്ള ഒരു ഓഡിയൻസിന്റെ എണ്ണം കൂടുന്നു, വെബ് സീരീസിലേക്ക് പോകുന്നു. ആസ് എൻ ആക്ടർ, പ്രൊഡ്യൂസർ, ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ അതിന്റെ സാധ്യത എങ്ങനെയാണ് കാണുന്നത്? നമുക്കിതിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കറിയാം ഒരു പക്ഷം ചിന്തയുണ്ട്, സിനിമകൾ തിയേറ്ററുകളിലാണ് ഓടേണ്ടത്, തിയേറ്ററുകളിലാണ് നമുക്കതിനെ ക്വാളിറ്റി ഒരു ബിഗ് സ്ക്രീനിലാണ്, അതിനൊക്കെ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഫൈറ്റ് ചെയ്യുന്നത് തെറ്റുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം അടുത്ത കാലത്ത് ഞാൻ മാർട്ടിൻ സ്കോർസെസിയുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ന്യൂയോർക്ക് ടൈംസ് പീസ് ഞാൻ വായിക്കാനിടയായി. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് ഐറിഷ്മാൻ നെറ്റ്ഫ്ലിക്സിന് വേണ്ടി ചെയ്തു, നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ബ്യൂട്ടിഫുൾ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. എന്നാൽ നേരെ മറിച്ച് മാർട്ടിൻ സ്കോർസേസിയാണ് ഭയങ്കരമായിട്ട് സിനിമകൾ തിയേറ്ററിലാണ് ഇറങ്ങേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഭയങ്കരമായിട്ട് വാദിച്ച ഒരു ഫിലിം മേക്കറാണ്. അദ്ദേഹത്തിന്റെ ലൈഫ് ടൈം ഒരു ഡ്രീം സിനിമ അദ്ദേഹം ചെയ്തത് നെറ്റ്ഫ്ലിക്സിന് വേണ്ടിയാണ്. അപ്പോൾ ഞാനത് എന്താണെന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് ന്യൂയോർക്ക് ടൈംസിന്റെ ഇന്റർവ്യൂ ആണ്, നിങ്ങൾ എല്ലാവരും വായിക്കേണ്ട, സിനിമയിൽ താല്പര്യമുള്ള എല്ലാവരും വായിക്കേണ്ട ഒരു പീസാണ്. സോ വാട്ട് ഐ എം സെയിങ് ഇസ്, നിങ്ങൾക്ക് അതിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് എൻ്റെ ഹോൾ പ്രോസസ്സ് ഇനി മാറാൻ പോകുന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിച്ചാൽ മതി. ഇൻ ദ സെൻസ്, ഇനി വരും കാലങ്ങളിൽ നമ്മളൊരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ 40th ഡേ ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ വരും. ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ വരികയാണെങ്കിൽ ഉടനെ തന്നെ അതിൻ്റെ സാറ്റലൈറ്റ് പാർട്ട്ണർ അത് ടെലിവിഷൻ ചാനൽസിൽ അത് പ്ലേ ചെയ്യും. സോ എസെൻഷ്യലി എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ 100 ദിവസം ഓടുക, 150 ദിവസം ഓടുക എന്ന് പറയുന്ന ഇനിയും ഫ്യൂച്ചറിൽ ഇല്ലാത്ത ഒരു കാര്യമായി മാറും. സിനിമ എത്ര വലിയ ഹിറ്റാണെങ്കിലും ഒരു 50th ഡേ ഒക്കെ ആകുമ്പോൾ മോർ ഓർ ലെസ് ഇതിൻ്റെ ഒരു ലൈഫ് ടൈം തിയേറ്ററിക്കൽ റൺ തീർന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരും. ഓൺ ദി അതർ ഹാൻഡ്, സിനിമയ്ക്ക് ഭയങ്കരമായ റവന്യൂ ഉണ്ടാകുന്നുണ്ട്. ഡിജിറ്റൽ റൈറ്റ്സും സാറ്റലൈറ്റ് റൈറ്റ്സും മറ്റു കാര്യങ്ങളും ഭയങ്കരമായ റവന്യൂ ഉണ്ടാകുന്നുണ്ട്. വേർ ഫിൽം മേക്കേഴ്സിന് കുറച്ചുകൂടെ ലിബർട്ടി കിട്ടും. ഇപ്പോൾ എനിക്ക് എമ്പുരാൻ ചെയ്യാൻ എനിക്കുള്ള ലിബർട്ടി എന്ന് വെച്ചാൽ, ഇപ്പോൾ ലൂസിഫർ ഇങ്ങനെ ആയതുകൊണ്ട് എമ്പുരാൻ ഓൾറെഡി എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക, ഇത്ര കോടി രൂപ നമുക്ക് റേസ് ചെയ്യാം മാർക്കറ്റിൽ, ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ധൈര്യമാണ് എമ്പുരാൻ പോലൊരു സിനിമ അറ്റംപ്റ്റ് ചെയ്യാൻ ഉള്ളത്. ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ തിയേറ്ററിക്കലി സിനിമകൾ 40 ദിവസം 30 ദിവസമേ ഓടുന്നുള്ളൂ എന്നുള്ള സംഭവിക്കുമ്പോൾ കോൺസിക്വൻഷ്യലി തിയേറ്റേഴ്സിന് കൂടുതൽ സിനിമകളുടെ ആവശ്യം വരും. കാരണം 100 ദിവസം ഓടുന്നില്ല സിനിമകൾ. തിയേറ്റേഴ്സിന് കൂടുതൽ സിനിമകളുടെ ആവശ്യം വരിക എന്ന് വെച്ചാൽ ദി മാർക്കറ്റ് ഇസ് ഡിമാൻഡിങ് മോർ കോണ്ടന്റ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ദർ വിൽ ബി മോർ കോണ്ടന്റ് ദാറ്റ് വിൽ നീഡ് ടു ബി മെയ്ഡ്. സോ ഐ തിങ്ക് ഡൗൺ ദ ലൈൻ സിനിമകളുടെ എണ്ണം കൂടും, ദ നമ്പർ ഓഫ് ഫിലിംസ് ബീങ് മെയ്ഡ് എന്തായാലും കൂടും. അത് ദോഷകരമായി ഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ്. ഓഫ് കോഴ്സ് ഈ ഒരു തുറന്നു കിട്ടിയ അവന്യൂസിനെ മിസ്യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു പ്രക്രിയ നമ്മൾ സിനിമാക്കാർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ലൈക്ക് ഐ സെഡ്, ഇതിൻ്റെ തുടക്കത്തിലാണ് ഞാൻ പറഞ്ഞ പോലെ, വെൻ ദി മാർക്കറ്റ് ഡിമാൻഡ്സ് കോണ്ടന്റ്, ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു സപ്ലൈ ഇറ്റ് വിത്ത് കോണ്ടന്റ് ഓഫ് ക്വാളിറ്റി. അപ്പോൾ ഇനിയും വരും കാലങ്ങളിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ മാത്രം കാണിക്കുന്ന സിനിമകൾ ഉണ്ടാകും. ഇപ്പോൾ ഒരു മലയാള സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നില്ല, പക്ഷേ ആമസോണിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ എന്നുള്ളൊരു കാര്യത്തിലേക്ക് വരും. ഇപ്പോൾ ആപ്പിൾ TV വന്നു കഴിഞ്ഞു. ആപ്പിൾ TVയുടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ, നമ്മളതിൻ്റെ ട്രെയിലർ കണ്ടാൽ ഇറ്റ് ഇസ് ആസ് ബിഗ് ആസ് എനി മാർവൽ ഓർ DC ഫിലിം, മനസ്സിലായില്ലേ? അപ്പോൾ അത് ആർക്കും ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഹൗ ഡു യു ഇവോൾവ് ദി ഇൻഡസ്ട്രി സ്കീമാറ്റിക്സ് അറൗണ്ട് ആൻഡ് അക്കോർഡിംഗ് ടു ഇറ്റ്, അതാണ് ചോദ്യം. ഫിലിം മേക്കർ എന്നുള്ള രീതി ഇപ്പോൾ 2019 ഇപ്പം ലൂസിഫറിന് ഇത്തരത്തിലൊരു സക്സസ് ഉണ്ടാകുമ്പോൾ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സിനിമകൾ ഈ പറയുന്ന നമ്മൾ പറഞ്ഞൊരു പാൻ ഇന്ത്യൻ രീതിയിൽ പല ലാംഗ്വേജിലും ഡിസ്കസ് ചെയ്യപ്പെടുന്ന മലയാള സിനിമയായിട്ടും വരുന്നുണ്ട്. ഇപ്പം ഇതര ഭാഷ ആളുകൾ കൂടി ശ്രദ്ധിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പം ലൂസിഫർ തന്നെ 3 ലാംഗ്വേജിലാണ് അതിന് തുടർച്ചയായിട്ട് റിലീസ് ചെയ്തത്. അങ്ങനെ കൂടുതൽ സിനിമകൾ വരുന്നുണ്ട്. ഇപ്പം ജല്ലിക്കെട്ട് പോലെ, അല്ലെങ്കിൽ വൈറസ് പോലെ, കുമ്പളങ്ങി പോലുള്ള സിനിമകൾ ഒരു നെഗറ്റീവിൽ പുതിയ പരീക്ഷണ ശ്രമം നടത്തുന്നു, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദി ബോക്സ് പരീക്ഷണമായിട്ടുള്ള സിനിമകൾ വരുന്നു. അത്തരം സിനിമകൾ ഇപ്പം ഞാനത് ചോദിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, പ്രതി എല്ലാ കാലത്തും നമ്മളൊരു റീജിയണൽ ഫിലിംസ് എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു പ്രയോറിറ്റി കൊടുത്ത് അതിൻ്റെ ഒരു അംബാസഡർഷിപ്പ് എന്നുള്ള രീതിയിൽ സംസാരിച്ച് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു സാധ്യത മലയാളത്തിൽ എന്താണ് പുതിയ രീതിയിൽ മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്? ഇല്ല, തീർച്ചയായിട്ടും നമ്മൾ ആസ് എൻ ഇൻഡസ്ട്രി നമ്മുടെ അൾട്ടിമേറ്റ് ഒരു എയിം എന്ന് പറയുന്നത് നമ്മുടെ സിനിമകൾ ഷുഡ് ട്രാവൽ ആസ് മച്ച് ആസ് പോസിബിൾ. അത് തന്നെ ആയിരിക്കണം നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ മറ്റൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത് മലയാളം എന്ന ഭാഷയുടെ ലിമിറ്റേഷൻ ഉണ്ട്. ഇൻ ദ സെൻസ്, ഇപ്പോൾ ഹിന്ദി സിനിമകൾ കാണുന്ന അത്രയും ആൾക്കാർ മലയാളം സിനിമകൾ കാണുന്നില്ല. കേരളത്തിൽ തമിഴ് സിനിമ കാണുന്ന ആൾക്കാരുടെ 10% പോലും തമിഴ്നാട്ടിൽ മലയാള സിനിമ കാണുന്നില്ല. ഐ മീൻ, ദാറ്റ് ഇസ് എ ഫാക്ട്, അത് റിയാലിറ്റിയാണ്. അപ്പോൾ ആ റിയാലിറ്റീനെ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. വി ക്യാൻ ഹോപ്പ് ടു ഗ്രോ. നമ്മുടെ കോണ്ടന്റിൻ്റെ ക്വാളിറ്റി കൊണ്ടും സിനിമകളുടെ ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള സുപ്പീരിയോറിറ്റി കൊണ്ടും നമുക്ക് നമ്മുടെ സിനിമകളുടെ മെൻഷൻസ് കണ്ടെത്താം. ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിലും നോർത്ത് ഇന്ത്യയിലെല്ലാം മെൻഷൻസ് കണ്ടെത്താം. പക്ഷേ
തമിഴ് സിനിമ അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹിറ്റ് ഹിന്ദി സിനിമ അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹിറ്റ് തമിഴ് സിനിമ കൊണ്ടുവരുന്ന നമ്പേഴ്സ്, കൊണ്ടുവരുന്ന റവന്യൂ ഒരു മലയാള സിനിമ കൊണ്ടുവരണം എന്ന് നമ്മൾ പറയുന്നത് യാഥാർത്ഥ്യമല്ല. അത് യു കനോട്ട് റിയലി ക്ലെയിം ദാറ്റ്. അങ്ങനെയാണെങ്കിൽ വി ഷുഡ് റിയലി അറ്റംപ്റ്റ് എ മൾട്ടി ലിംഗ്വൽ. ഒരു KGF പോലെയൊക്കെ അതൊരു മൾട്ടി ലിംഗ്വൽ തന്നെയാണ്. ഇപ്പോൾ ബാഹുബലി ഒരു മൾട്ടി ലിംഗ്വൽ തന്നെയാണ്. ഓഫ് കോഴ്സ് ഡബ്ബിംഗ് ആയിരുന്നെങ്കിൽ പോലും അതിൻ്റെ ഡിസൈനും കൺസെപ്ഷനും എല്ലാം തന്നെ ഒരു മൾട്ടി ലിംഗ്വലാണ്. ലൂസിഫർ ഒരിക്കലും ഒരു മൾട്ടി ലിംഗ്വലായിട്ട് അറ്റംപ്റ്റ് ചെയ്ത സിനിമയല്ല. ഒരു മൾട്ടി ലിംഗ്വലായിട്ട് അറ്റംപ്റ്റ് ചെയ്ത സിനിമയാണെങ്കിൽ അതിൽ മുണ്ടും ഷർട്ടും ആയിരിക്കില്ല വേഷം. കേരള പൊളിറ്റിക്സിന് ഇങ്ങനെ എക്സാക്ട്ലി അതിൻ്റെ സ്റ്റൈലിങ്ങും ഡിസൈനും ഒന്നും അങ്ങനെ ആയിരിക്കില്ല. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ KGF കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ സ്റ്റൈലിംഗ്, ആൾക്കാരുടെ കോസ്റ്റ്യൂംസ്, അതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ, അതിൻ്റെ എസ്തെറ്റിക്സ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് എല്ലായിടത്തും അപ്പീലിംഗ് ആയിരിക്കണം എന്നുള്ള ഒരു ഇതിലാണ്. സോ അത്തരം സിനിമകളാണെങ്കിൽ ദെൻ വി ക്യാൻ സേ മൾട്ടി ലിംഗ്വൽ ആയിട്ടൊരു അറ്റംപ്റ്റ് നമുക്ക് നടത്താം എന്നൊക്കെ പറയാം. എമ്പുരാൻ പോലും കേരളത്തിൻ്റെ തന്നെ കഥയാണ്, കേരളത്തിൻ്റെ കഥയാണ്. പക്ഷേ കുറച്ചുകൂടെ ഒരു ലൂസിഫറിനേക്കാൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ചുകൂടെ ഒരു കേരളത്തിൻ്റേത് മാത്രമല്ലാത്ത കുറച്ച് വിഷയങ്ങൾ പരാമർശിക്കുന്ന സിനിമ കൂടിയായിരിക്കും. എനിക്ക് കാളിയൻ അങ്ങനെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നാൽ കൊള്ളാമെന്നുണ്ട്. അതിൻ്റെ ആ കോണ്ടന്റ് ആ സിനിമയ്ക്കുണ്ട്.